നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പൊ അധികം ഒന്നും കേൾക്കുന്നില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഈ വിഷയം മറന്നോ എന്നുള്ള സംശയം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോ ലോക്സഭയിൽ വീണ്ടും ഈ വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷം അതിശക്തമായിട്ട് തന്നെ ഈ വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് SITയെ സർക്കാർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു അന്വേഷണ സംഘത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ആവശ്യം. എന്ത് തോന്നുന്നു, ഈ ഒരു ഇടപെടലിന്റെ എത്രമാത്രം നടപടി ഉണ്ടാകും? ശരിക്കും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതേ സമയത്താണ് ലോക്സഭയിൽ നിന്ന് KC വേണുഗോപാലും ഹൈബി ഈഡനും കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അതിൽ ആ പ്രശ്നങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. പറയുന്ന ഇടയ്ക്ക് മറ്റേ കൊട്ടിയം ദേശീയപാത ഇടിഞ്ഞു വീണത്, നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർ ഉന്നയിച്ചത് ശബരിമല വിഷയമായിരുന്നു. KC വേണുഗോപാലും ഹൈബി ഈഡനുമാണ് ആ വിഷയം അവിടെ അവതരിപ്പിച്ചത്. ശരിക്കും തെരഞ്ഞെടുപ്പിന് മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വെച്ച് ഭരണപക്ഷം ശബരിമല വിഷയം മുക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ഭാഗം നോക്കിയാൽ ഒരു 90% അവർക്കത് അതിന് സാധിച്ചു. കാരണം ഈ പറയുന്നത് പോലെ ഒരു പുകമഞ്ഞ് കൊണ്ട് അതിനെ മറയ്ക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ ആ വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു പുകമഞ്ഞ് ഈ പറയുന്നോണം എന്തൊക്കെ കൊണ്ടൊന്നു മറയ്ക്കാൻ, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറയ്ക്കാൻ ഒരു പക്ഷെ പിണറായി സർക്കാരിന് സാധിച്ചു. പക്ഷെ ഉള്ളില്, ജനങ്ങളുടെ ഉള്ളില് ആ വിഷയം നിൽക്കുന്നു എന്നുള്ളത് ഒരു പക്ഷെ CPM മനസ്സിലാക്കാതെ പോകുന്നു. പക്ഷെ ഇന്ന് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ ഒരിക്കലും ഇനി പൊന്തി വരില്ല എന്ന് കരുതിയ ആ ശബരിമല വിഷയം ആർജവത്തോടു കൂടിയാണ് ഇന്ന് UDF നേതാക്കൾ ലോക്സഭയിൽ നിന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ BJPയെ പോലും അവർ വല്ലാത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഒന്നാലോചിച്ച് നോക്കൂ, പറഞ്ഞിരിക്കുന്നത് ശബരിമല കൊള്ളാം, അയ്യപ്പന്റെ ഇതില് ഇപ്പൊ ഹൈക്കോടതി SITയുടെ അന്വേഷണം തൃപ്തരാണ്. ഇന്നിപ്പോ VD സതീശനും ഉൾപ്പെടെ പറഞ്ഞ തൃപ്തരാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല SITക്ക് നല്ല പ്രഷർ ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ളവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പം ഇത്രയായി. പക്ഷെ അടുത്ത ഇത് കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ കൂടുതൽ ഇത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കൂടുതൽ കൊടുത്തില്ല. പത്മകുമാറിൽ വരെ എത്തി നിൽക്കുന്ന അന്വേഷണം അവിടെ സ്ട്രക്കായി നിൽക്കുകയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ചെയ്യാൻ, അടുത്തത് വിളിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അടുത്തത് കടകംപള്ളിയാണ് വിളിപ്പിക്കേണ്ടത്. കടകംപള്ളിയെ വിളിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം കടകംപള്ളിയെ വിളിപ്പിച്ച തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അവിടെ SITക്ക് നല്ല പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് KC വേണുഗോപാൽ അടക്കം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഏതെങ്കിലും തരത്തിലൊരു ചടുവലി SIT വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പക്ഷേ അടുത്ത ആളിനെ വിളിപ്പിച്ച് മൊഴിയെടുക്കും. ഒരു പക്ഷെ കടകംപള്ളി അല്ലെങ്കിൽ അതിനപ്പുറമുള്ള മറ്റാരോ ഒരാളെ വിളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പില് CPM അടിപതറിപ്പോയേനെ. SITയെ സ്വാധീനിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. അതെ അതെ, അങ്ങനെ അടക്കം പറഞ്ഞു. ഒരു പ്രഷർ സ്വാധീനിക്കാൻ പറ്റില്ല. പക്ഷെ വല്ലാത്തൊരു, കാരണം ഇത് ഹൈക്കോടതി നിൽക്കുന്ന കേസാണ്. ഈ ഒരു ശബരിമല വിഷയത്തില് ഒന്നും വ്യതിചലിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി BJP രാജീവ് ചന്ദ്രശേഖർ അടക്കം കേന്ദ്രത്തിൽ ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്രം ഡയറക്റ്റ് ഇനി ഭരണം ഏറ്റെടുക്കണം ക്ഷേത്രങ്ങളുടെ എന്നുള്ള. രണ്ടാമത്തെ കാര്യത്തിൽ ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം വേണം, ED അന്വേഷണത്തിലേക്ക് തൽക്കാലം വേണ്ടെന്ന് SIT പറഞ്ഞു. കാരണം SIT അന്വേഷണത്തിന് ED അന്വേഷണം വരുമ്പോഴത്തേന് പല കാര്യങ്ങളും അവിടെ സ്പ്ലിറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ED അന്വേഷണം വേണ്ട എന്ന് SIT തന്നെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ED അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ SIT ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പിണറായി സർക്കാരിന് അനുകൂലമായ എവിടെങ്കിലും ഒരു ചുവടുവയ്പ് നടത്തിയാൽ അത് CBI അന്വേഷണത്തിൽ തെളിയും. അപ്പൊ ഈ SITയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരുപക്ഷെ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് അവരത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം CBI അന്വേഷണത്തിൽ ഈ SITയിലെ ഉദ്യോഗസ്ഥന്മാർ വല്ല ചരടുവലിയും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവർക്കെതിരെ അത് വലിയൊരു രീതിയിൽ നടപടിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് SIT അത് വലിയ കൃത്യതയോടുകൂടെ, കാരണം ആദ്യമേ ഒരു പക്ഷേ പിണറായി സർക്കാർ അതിനൊക്കെ ഫോഴ്സ് ചെയ്തിരുന്നത് നടക്കാതെ പോയത്. മാത്രമല്ല SITയിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ നല്ലൊരു ഉദ്യോഗസ്ഥൻ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. പക്ഷെ എന്തെങ്കിലും ചരടുപടി മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ വഴി നടന്നാലും എന്തെങ്കിലും അപാകതകൾ ഇവരുടെ ഇടയിൽ സംഭവിച്ചാലും ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവര് തൽക്കാലം അതിന് നിൽക്കത്തില്ല. ഇപ്പൊ പ്രശ്നമുണ്ട്. കാരണം കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. പത്മകുമാറിലേക്ക് എത്തി അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുക. കാരണം അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ
തീർന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണി തീർന്നു. CPM-ന്റെ അടിപതറും, അത് ഉറപ്പാണ്. ഒന്ന് കടകംപള്ളി അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഇതിൽ ആരെ തൂക്കിയാലും ഇപ്പം തന്നെ തൂക്കിയ ഒരു വലിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒരു ചെറിയ മീനുകളൊന്നുമല്ല, വലിയ മീനുകളാണ്. ഇനി അടുത്ത വലിയ വമ്പൻ ഏതെങ്കിലും സ്രാവിനെ വീഴ്ത്തി കഴിഞ്ഞാൽ തീർന്നു. അതോടെ ഈ തെരഞ്ഞെടുപ്പ് കുളവായി. അത് പിണറായി സർക്കാരിനറിയാം. അപ്പൊ അതുകൊണ്ട് 1-2 ദിവസം 3 ദിവസം ഇങ്ങനെ എണ്ണി കഴിയാണ്. അതിനെ പിടിച്ചു നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനെ കൊണ്ട് ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇതിനെ SIT ഉദ്യോഗസ്ഥരെ ഒന്ന് ഇതാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കാൻ ചെന്നത് മറ്റേ സ്വർണ്ണക്കടത്തും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇന്നിപ്പോ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ശബരിമല വിഷയം ഈ വോട്ടെടുപ്പിൽ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊരു വിഷയമായിട്ട് മാറുകയില്ല, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം എന്താണ് ഏകദേശം കരിഞ്ചന്തയിലെ 500 കോടി മുതൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശബരിമലയിലെ വസ്തുക്കൾ പോയിരിക്കുന്നത്. ഒരു വിശ്വാസി സമൂഹം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അതൊരു പൊതുമുതലാണ്. ഈ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഒരു പൊതുമുതൽ കൂടെയാണ് ശബരിമലയിലെ ഓരോ വസ്തുക്കളും. ആ ഒരു പൊതുമുതലിനെയാണ് ഈ ആന്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരിഞ്ചന്തയിൽ, അതും അന്താരാഷ്ട്ര കരിഞ്ചന്തയിലാണ് ഇത്തരത്തില് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകൾ രമേശ് ചെന്നിത്തല തന്നു. രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് SITക്ക് മുന്നിൽ മൊഴി കൊടുക്കാമെന്ന് പൂർണ്ണമായിട്ട് മാത്രമല്ല തെളിവുകൾ സഹിതം കൊടുക്കാൻ. ഇന്ന് വേണ്ട, അവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് വേണ്ട, പിന്നീട് ആവട്ടെ എന്ന് മാറ്റി വെച്ചു. ഇന്നലെ എടുക്കേണ്ടുന്നതാണ്, ഇത് എന്നെ എടുക്കേണ്ടുന്നതാണ്. ഇന്നലെ എടുക്കേണ്ടുന്നത് രമേശ് ചെന്നിത്തലയെ വിളിപ്പിച്ചില്ല. തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യട്ടെ. കാരണം ഇപ്പൊ പത്മകുമാറിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോയിട്ടില്ല. അതായത് മൊത്തത്തിൽ SIT അവിടെ പ്രഷർ കാരണം. മാത്രമല്ല മാധ്യമങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതായത് മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുൽ ഈശ്വറിന്റെയും ഒക്കെ പുറകിലാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചെന്നിത്തല അങ്ങനെ ഒരു തെളിവ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് തിരിയും. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറാതിരിക്കാനുള്ള ഒരു ശ്രമവും ഇതിന് പിറകിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിലവിൽ. തീർച്ചയായിട്ടും ഒരു PR വർക്ക് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഒരു PR വർക്ക് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു PR വർക്ക് ഉണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഒന്ന് സ്ട്രക്കായി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് KC വേണുഗോപാൽ അടക്കം ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത് വലിയൊരു ഇതാണ്. ഇനിയിപ്പോ കേന്ദ്രം ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ. ശബരിമല വിഷയം എത്രമാത്രം അവര് താഴ്ത്തി അടിച്ച് പരത്തി വെച്ചോ അതിനേക്കാൾ ഇരട്ടി വലിപ്പത്തിൽ ഇത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് CPM വീഴുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ശബരിമല വിഷയം അങ്ങനെ മുക്കാൻ പറ്റില്ല. മറ്റേത് വിഷയമാണെങ്കിലും ഒരു പക്ഷേ ഏത് അഴിമതിയാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ പിണറായി സർക്കാരാണ് അത് ലാവ്ലിംഗ് കേസ് ഉൾപ്പെടെ മാസപ്പടി ഉൾപ്പെടെ നീട്ടി കൊണ്ടുവെക്കായിരുന്നു. പക്ഷെ ഇത് നടക്കില്ല എന്നതിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ BJP വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് KC വേണുഗോപാൽ പറയുന്നത്. കാരണം BJP ഇതിനകത്ത് മിണ്ടുന്നില്ല. കാരണം അതൊരു CJP കൂട്ടുകെട്ടെന്ന് പറയുന്നത് നമുക്കത് ഒരു പരിധി വരെ അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇനി ലോക്സഭ ഇനി BJP കേന്ദ്രത്തിന് അത് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഈ വിഷയം കേന്ദ്രം ഏറ്റെടുക്കും. കേന്ദ്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു പുതിയ ഏജൻസി, അതായത് ഹൈക്കോടതിയെ നിരീക്ഷിക്കാൻ വേണ്ടി, അതായത് ഈ SIT അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി കൂടി വേണം. ഒരു പക്ഷെ CBI അടക്കമുള്ള ഏജൻസി ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏജൻസി ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേസ് ഈ ശബരിമല വിഷയം ഒരു തരത്തിലെ മാർക്ക് മുക്കാൻ പറ്റത്തില്ല. അത് ഉയർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ലാവ്ലിംഗ് കേസോ മാസപ്പടിയോ മറ്റേതെങ്കിലും കോഴയോ അല്ലെങ്കിൽ അഴിമതിയോ ഹൈവേയോ എന്തൊരു കുന്തവും ഈ പറഞ്ഞതുപോലെ പല രീതിയിലും. പക്ഷേ ഇവർക്ക് അബദ്ധം പറ്റിയത് ശബരിമല അയ്യപ്പ സ്വാമിയെ കൈയിട്ട് വാരിയതാണ്. കാരണം അതൊരു വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ഇടയിൽ കൈവിട്ട് വരുമ്പോൾ ഒന്ന് ആലോചിക്കണം, തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്വയം ഉരുകി ചാവത്തേ ഉള്ളൂ. കാരണം ഈ വിഷയത്തിന്റെ ആദ്യ ഘട്ടം മുതലുള്ള സ്പീഡാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഉയർത്തിയിരിക്കുന്നത് ഇന്ന് കഴിയട്ടെ, നാളെ മുതൽ ഈ ശബരിമല വിഷയം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. കൃത്യമായിട്ട് ആഞ്ഞടിക്കും. കാരണം ഇനിയിപ്പോൾ അത് കേന്ദ്രം ഏറ്റെടുക്കും. കാരണം BJPക്ക് ഇനി ലോക്സഭ തെരഞ്ഞെടുപ്പിനെ നേരിടും. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആഞ്ഞടിക്കും. ഏകദേശം അടിപതറാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ ലോക്സഭയിലേക്ക് വരെ ഈ ഒരു വിഷയം എത്തിയിട്ടും ഇപ്പോഴും കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ഈ വിഷയത്തിലൊരു എന്താ പറയാ നേരം വെളുത്തിട്ടില്ല എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചില നേതാക്കൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇന്ന് ഞാനൊരു ബൈറ്റ് കണ്ടു, അതായത് ലൈവ് ആണെന്ന് തോന്നുന്നു,
CPM സംസ്ഥാന സെക്രട്ടറിയുടെ ബൈറ്റാണ്. അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പ് ഗുരുവായൂരിലെ സമാന രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ലേ? അന്ന് അഴിമതി തെളിയിക്കപ്പെട്ടു, പക്ഷെ പോയ സ്വർണ്ണ എവിടെ? അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഉപമകൾ. അതായത് അവരങ്ങനെ ആണെങ്കിൽ എന്നാ പിന്നെ ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളൊരു, അതാ ഞാൻ പറഞ്ഞത്, ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാവില്ല, ഒരു മനുഷ്യനൊരു കുറച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവില്ല. ആ ഒരു ബോധത്തിലേക്ക് വന്നിട്ടില്ല. അവൻ തെറ്റ് ചെയ്തിട്ടെങ്കിൽ ഞാനും അങ്ങനെ ചെയ്തോട്ടെ. ഈ പറഞ്ഞ പത്മകുമാർ വാസു ഇന്നും അവരുടെ എന്തോ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് ഇന്നും ഇരിക്കുന്നു. അല്ല, അതിന് ഉത്തരവുണ്ട്. അതിനും CPM സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിൽ ഉത്തരവുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം MLA-യോ മന്ത്രിയോ ഒന്നുമല്ല, പാർട്ടിയിലെ ഒരാളല്ലേ. അതിപ്പം നടപടി ഉണ്ടാകട്ടെ, കോടതിയിൽ തെളിയിക്കപ്പെടട്ടെ, അപ്പൊ ആലോചിക്കുക. അതൊന്നും നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അല്ല, ഇത് മാധ്യമ പ്രവർത്തകരെ പറഞ്ഞു പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ ആർക്കും എന്താ അവരുടെ ഭാഗത്ത് ന്യായീകരിക്കാനും രക്ഷിക്കാനും. പക്ഷെ ഇത് കേൾക്കുന്ന ജനം ഒന്നും വിലയിരുത്തുമല്ലോ. MV ഗോവിന്ദൻ CPM-ന്റെ പാർട്ടി, അവരുടെ പാർട്ടിക്കാർ തന്നെ നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം ഇവർക്കാണല്ലോ ദൈവമേ ഞങ്ങൾ ഇനി വോട്ട് കുത്തേണ്ടത് എന്ന് ആലോചിച്ച് സ്വന്തം അണികൾ പോലും വോട്ട് കുത്തായിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഇവർക്ക് പറയാം, പക്ഷേ ഇവരിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ പോലും ഈ പറച്ചിൽ അവരെ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ന്യായമാണ്. വെറുത്തു പോവുകയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ അടുത്ത് പോലും പറഞ്ഞ അവര് തന്നെ തിരിഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പറഞ്ഞതും അതായത് ശബരിമല വിഷയത്തെ പറഞ്ഞതും മുഖ്യമന്ത്രി സ്വയം ഒന്ന് ചിന്തിച്ച് പറയുന്നതായിരിക്കും, ഒന്ന് മിണ്ടാതിരിക്കുന്നതായിരുന്നു നല്ല. ഇപ്പം സംവാദവും അതുമായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങാതിരിക്കുന്നേ നല്ലത്. ഇറങ്ങിക്കഴിഞ്ഞാൽ CPM-ന്റെ മൊത്തത്തിൽ അടിപത്രം. ഇപ്പൊ ഈ പറഞ്ഞോണം എങ്ങനെയെങ്കിലും ഈ നാണം കെടാതെങ്കിലും കുറച്ച് വോട്ടിംഗ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ ലോക്സഭയിൽ KC വേണുഗോപാൽ അടക്കം ഇപ്പോൾ ആരാഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള വിഷയം തീർച്ചയായിട്ടും ഇത് ശബരിമല വിഷയം ആഞ്ഞടിക്കുക തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഏജൻസിയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രം അതിന് ഇപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരിക്കും. കാരണം അതൊരു പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം. കാര്യത്തിന്റെ ഒരു ഗൗരവം, അതായത് ഇത്ര വലിയ ഏജൻസികളൊക്കെ വന്ന് അന്വേഷിക്കേണ്ട ഒരു കേസാന്നുള്ളത് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇന്നിപ്പം മുഖ്യമന്ത്രി പറയുന്നുണ്ട് ശബരിമല വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള പക്ഷെ പറയുന്നത് അതാണ് എല്ലാം ഇത്തവണ മണ്ഡലകാലം തുടങ്ങിയത് എങ്ങനെയാണ്? ഇപ്പോഴും എന്താണ് അവിടെ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോഴും എന്താണ് ഈ ഇടയ്ക്കും നെയ്യ് വിതരണം ഒക്കെ എന്തെല്ലാം അഴിമതിയാണ് ഇതിനിടയ്ക്കൂടെ ഇത്രയും കിട്ടിയിട്ടും ഇപ്പോഴും ഇതിനിടയ്ക്കൂടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം തെളിവ് ഹാജരാക്കാന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ആന്റിക് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലുള്ള വിപണിയിൽ എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കോടികളാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് ദ്വാരപാല ശില്പത്തിന്റെയൊക്കെ മാത്രമേ ഉള്ളൂ ഹൈക്കോടതി കിടക്കുന്നത്. ഇനി അതിന്റെയൊക്കെ ബാക്കിയും കൂടെ വരുന്നുണ്ട്. അപ്പം കോടാനുകോടികളുടെ മുതലെല്ലാം കട്ടുമുടിച്ച് അയ്യപ്പനെ ഒരു തരത്തില ഒരു പരുവത്തിലാക്കി. പക്ഷെ ഈ പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലാണ് കൈയിട്ട് വാരിയത്. അത് ഒരു പക്ഷെ ജനം സഹിച്ചെന്നില്ല. അത് ഹിന്ദു മാത്രമല്ല. ഇപ്പൊ ഈ ശബരിമല ശ്രീ ശാസ്താവ് എന്നൊക്കെ പറഞ്ഞ ഹരിഹരസുധൻ അയ്യപ്പ സ്വാമി ശബരിമലയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ട് മേഘ. കാരണം അവിടെ ഈ അവർണ സവർണ ബുദ്ധ ഇതെല്ലാം കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ദേവസങ്കല്പമാണ് അയ്യൻ. അത് ആദിവാസി സമൂഹത്തിന്റെ ഒക്കെ ഒരു ദേവസങ്കല്പമാണ് ശ്രീ ശബരിമല അയ്യപ്പ. അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മളെടുത്ത ഒരു ബൗദ്ധിക ഇതാണെങ്കിൽ തന്നെയും അവിടെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ പണ്ടുകാലത്തെ ഈ പറയുന്നതുപോലെ പണ്ടുകാലത്തെ രാജകുടുംബങ്ങളുടെ ഈ പറയുന്ന അവരുടെ സമ്പത്തെല്ലാം ശേഖരിച്ച് വെക്കുന്ന ക്ഷേത്രത്തിന് പറയുന്ന പുറം ഭാഗമാണെങ്കിലും ശേഖരിച്ച് വെക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലുള്ളൂ. പക്ഷെ അതല്ല ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അവിടെ ആദിവാസി സമൂഹം ഈ പറയുന്നത് പോലെ ദേവനായിട്ട് കണ്ടിരുന്നത്, അതേപോലെ തന്നെ ബുദ്ധന്റെ ഒരു ഇതായിട്ട് ചൈതന്യമായിട്ട് അത് പല രൂപത്തിലാണ് അത് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയുണ്ട്. മാത്രമല്ല പണ്ട് കാലങ്ങൾ മുതലുള്ള ഈ സാധാരണ കുടുംബാംഗങ്ങളിൽ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഒരുപാട്
മദ്യപാനവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസകരമാണ് വർഷത്തിൽ ഒരു ദിവസം 41 ദിവസം വ്രതം എടുത്തിട്ട് പോയിട്ട് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മകൻ ഒരുപക്ഷെ തിരിച്ചു വരുന്നത് വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ ഒരുപാട് കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനൊരു വല്ലാത്ത വികാരമുണ്ട്. അത് ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻസ് ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് സാധാരണ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കറിയാം അതിൻ്റെ വികാരം എന്താണ്. നമ്മൾ ഈ മാധ്യമ ലോകത്തിരുന്ന് TV ചാനലിൽ ചർച്ച ചെയ്യുന്ന ഞാനും മേഘയും ചർച്ച ചെയ്യുന്നത് പോലെയല്ല ഓരോ മനുഷ്യരുടെയും വികാരം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ പിണറായി വിജയന് മനസ്സിലാകത്തില്ല. അതിന് യഥാർത്ഥ ഭക്തൻ എന്താണെന്ന് ഭഗവത്ഗീതയെ ഉദ്ധരിച്ച പിണറായി വിജയൻ ഒന്നുകൂടി അത് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു തരി പോലും നഷ്ടപ്പെടരുത് എന്നാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് CPM നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറി അടക്കം ഒരു തരി പോലും ഒരു തരിയെങ്കിലും എടുത്തിട്ടുള്ളവന്മാര് അത് അകത്ത് കിടക്കുക തന്നെ ചെയ്യാം. അതിൽ യാതൊരു സംശയമില്ല. പിണറായി വിജയൻ അതിൽ പേടിക്കേ വേണ്ട. ശ്രീ പിണറായി വിജയൻ പറയുന്ന വാക്കുകൾ യഥാർത്ഥ ഭക്തൻ എന്താണെന്ന് അത് അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അറസ്റ്റിലായതും അറസ്റ്റിലാവാൻ പോകുന്നതൊക്കെ CPMകാരാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലും അവരിപ്പോഴും അവരുടെ നിലപാട് അല്ലെങ്കിൽ തൊടു ന്യായങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസിലേക്ക് പുതിയൊരു അന്വേഷണ സംഘം വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള തുടക്കമായിട്ട് കോൺഗ്രസിന്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ ഇനിയിപ്പോൾ ലോക്സഭയിലെ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ വൈകാതെ തന്നെ പുറത്തുവരും. അതുവരേക്ക് നമസ്കാരം.